പ്രിയമുള്ളവരെ, നമ്മളിന്ന് ചെങ്ങന്നൂർ നഗരത്തിലാണ്. ചെങ്ങന്നൂർ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയുടെ ഇങ്ങ് കിഴക്കേ അറ്റത്ത്, അതായത് പത്തനംതിട്ട ജില്ലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ ചെങ്ങന്നൂർ. ആലപ്പുഴ ജില്ലയിലാണിത്. ചെങ്ങന്നൂർ നഗരസഭ എന്ന് പറയുന്നത് ചെങ്ങന്നൂർ, തലാല, ബുധനൂർ, ചെറിയനാട്, മാന്നാർ, മുളക്കുഴ, പാണ്ടനാട്, പുലിയൂർ, തിരുവമണ്ടൂർ, പെൺമണി എന്നീ പഞ്ചായത്തുകളും മാവേലിക്കര താലൂക്കിൽ ഉൾപ്പെടുന്ന ചെന്നിത്തല, തൃപ്പരുന്തുറ എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് അങ്ങനെ ചേർന്ന നിയമസഭാ മണ്ഡലമാണ് ഈ ചെങ്ങന്നൂർ. അപ്പോൾ ചെങ്ങന്നൂരിൻ്റെ വീതികളിലൂടെ നമ്മളിന്നൊന്ന് കറങ്ങുകയാണ്. അപ്പോൾ ചെങ്ങന്നൂർ ഇഷ്ടമുള്ളവരും ചെങ്ങന്നൂർ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചെങ്ങന്നൂരുമായിട്ടുള്ള ബന്ധം, ചെങ്ങന്നൂരിൽ നിങ്ങൾക്ക് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ, ചെങ്ങന്നൂരിൽ നിരവധി പുതിയ സംരംഭങ്ങളാണ് കയറി വരുന്നത്. ഹോസ്പിറ്റൽ പുതിയത് ഉയർന്നു വരുന്നു, അത് നഗരസഭാ കാര്യാലയം ഉയർന്നു വരുന്നു, സ്റ്റേഡിയം ഉയർന്നു വരുന്നു. അങ്ങനെ വികസനത്തിൻ്റെ കുതിപ്പിലാണ് ചെങ്ങന്നൂർ. റോഡിൻ്റെ കാര്യത്തിൽ അല്പം തിരക്കുള്ള റോഡൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതെല്ലാം നമുക്കൊന്ന് ഇന്ന് കണ്ടുവരാം. ചെങ്ങന്നൂർ ഇന്ന് മുഴുവൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തെ അപേക്ഷിച്ച് പറഞ്ഞാൽ 16 തവണയായിരുന്നു ഇവിടെ നിയമസഭാ ഇലക്ഷനുകൾ നടന്നിരുന്നത്. അതിൽ 6 തവണ ഇടത് മുന്നണികളും 10 തവണ ഐക്യ മുന്നണിയും വിജയിക്കുകയുണ്ടായി. സരസ്വതി അമ്മ, ശോഭന ജോർജ് എന്നിവർ 3 തവണകൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. സരസ്വതി അമ്മ 2, 3, 6 നിയമസഭകളിലാണ് പ്രതിനിധിയായത്. അതിലാദ്യം കോൺഗ്രസ്സായും, രണ്ടാമത് കേരള കോൺഗ്രസ്സായും, മൂന്നാമത് NDP ആയുമാണ് വിജയിച്ചത്. 2 തവണ വിഷ്ണുനാഥ് വിജയിച്ചു. PG പുരുഷോത്തമൻ പിള്ള എന്നിവർ വിജയിച്ചു. 5 തവണ സ്ത്രീകളെ വിജയിപ്പിച്ചു എന്ന പ്രത്യേകതയും ഈ നമ്മുടെ ചെങ്ങന്നൂർ മണ്ഡലത്തിനുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച KK രാമചന്ദ്രൻ നായരുടെ മരണത്തെ തുടർന്ന് 2018 മെയ് 28 ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. LDFന് വേണ്ടി മിസ്റ്റർ സജി ചെറിയാനും, UDFന് വേണ്ടി D വിജയകുമാറും, BJPക്ക് PS ശ്രീധരൻപിള്ളയും ജനവിധി നേടിയുണ്ടായി. 3 മുന്നണികൾക്കും പുറമെ ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ SUCI, കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയ മറ്റ് പാർട്ടികളും ചെങ്ങന്നൂരിൽ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുകയുണ്ടായി. അങ്ങനെ ആകെ മത്സര രംഗത്ത് 17 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതിൽ മിസ്റ്റർ സജി ചെറിയാൻ അവറുകൾ 20,956 എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ചെങ്ങന്നൂരിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷം ചെങ്ങന്നൂരിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. നിരവധി ഇപ്പോൾ നമുക്ക് ചെങ്ങന്നൂർ ചന്ത നിങ്ങൾക്ക് പിന്നീട് കാണിക്കാം. ചെങ്ങന്നൂർ ചന്ത എല്ലാം ഇടിച്ച് നിരത്തി അത് പുതിയ ബ്ലോക്ക് പണിയുകയാണ്. മാർക്കറ്റിന് വേണ്ടി പ്രത്യേക ഒരു ബ്ലോക്ക്. ഇനിയിപ്പോൾ സ്റ്റാൻഡിൻ്റെ കാര്യം, സ്റ്റാൻഡെല്ലാം ഇടിച്ച് നിരത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിൻ്റെ പണികൾ പുരോഗമിക്കുന്നേ ഉള്ളൂ, അതൊന്നും ആയിട്ടില്ല. അങ്ങനെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഉണ്ട്. അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയൊരു മുഖം ചെങ്ങന്നൂരിനും വരികയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്റ്റേഡിയം നമ്മുടെ ചെങ്ങന്നൂരിൽ വരികയാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന കാര്യം. അവിടെ നീന്തൽക്കുളമുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്, ഇൻഡോർ സ്റ്റേഡിയമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഏത് മത്സരവും നടത്താൻ പറ്റിയ രീതിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയം എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഗ്രൗണ്ട്, വലിയൊരു സ്റ്റേഡിയമാണ് നമ്മുടെ ചെങ്ങന്നൂരിൽ വരുന്നത്. നമ്മുടെ ചന്തയ്ക്ക് ബാക്ക് സൈഡിലായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കാണാവുന്നതാണ്. അങ്ങനെ ചെങ്ങന്നൂരിൽ വരുന്ന മാറ്റങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിരവധി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. റോഡൊക്കെ നല്ല നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളെ നമ്മുടെ ചെങ്ങന്നൂർ ടൗൺ വഴി ഒന്ന് ഞാൻ കറക്കുകയാണ്. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കാം, നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം, നിങ്ങൾ നിരവധി തവണ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കാം, നിങ്ങൾ ബിസിനസ് നടത്തുന്നവരായിരിക്കാം, നിങ്ങൾ ഇവിടെയൊക്കെ കയറി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കടകൾ കാണും. നമ്മുടെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ, നമ്മുടെ ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡാണ് ഇട സൈഡിൽ കാണുന്നത്. അപ്പോൾ ഒന്നും പണിയൊന്നും ആയിട്ടില്ല. വലതുവശത്ത് രാജ് ഹോട്ടൽ, അതെല്ലാവർക്കും അറിയാം. നിരവധി ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ ഇല്ലാത്തത്. അത് വളരെ ഒരു പ്രത്യേകത നിറഞ്ഞ കാര്യമാണ്. ഓട്ടോ സ്റ്റാൻഡ് ചെങ്ങന്നൂരിൽ നല്ല എവിടെ ചെന്നാലും ഓട്ടോ സ്റ്റാൻഡ് ഇല്ല. അപ്പോൾ കാണുന്നിടത്തൊക്കെ ഓട്ടോ ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് മറ്റ് യാത്രക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതുവരെ ഒരു പോംവഴിയോ മറ്റുള്ള സിസ്റ്റമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും കാര്യമാണ്. വലതുവശത്തെല്ലാം മാർക്കറ്റാണ്, ഇടതുവശത്ത് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. ഈ ഒരു സ്ഥലം, അതായത് ചെങ്ങന്നൂരിൽ ഈ ഒരു സ്ഥലം, മെമ്മോറിയൽ ഹോസ്പിറ്റൽ വലതുവശത്ത്, ഇവിടെയെല്ലാം നല്ല തിരക്കാണ്. സത്യം പറഞ്ഞാൽ നല്ല തിരക്കാണ്. ട്രാഫിക് സംവിധാനം എത്രയൊക്കെ ട്രാഫിക് ഉണ്ടെങ്കിലും പറ്റത്തില്ല, കാരണം അതുപോലെ തിരക്കായ നിരത്തിൽ വാഹനങ്ങളുടെ എണ്ണം കൂടി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല തിരക്കാണ് ഈ റോഡിലൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും തിരക്കായി മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും വേറൊരു വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ്.
അങ്ങനെ ഇതിപ്പം ഏതാ റോഡ് അറിയാമല്ലോ, നന്നാവനം ജംഗ്ഷനാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് എവിടെ ചെന്നെത്താൻ പറ്റുമെന്ന് അറിയാമല്ലോ. അവിടെ അവിടെ എല്ലാം ബ്ലോക്കാണ്. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല ഈ ചെങ്ങന്നൂർ വഴി. ചെങ്ങന്നൂരാണെന്ന് MC റോഡിൽ ഇപ്പോൾ ഏറ്റവും തിരക്കേറിയ സ്ഥലമെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരും കൊട്ടാരക്കരയും പന്തളവുമാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത്. MC റോഡ് തെക്കൻ മേഖലയിൽ കേട്ടോ. നമ്മുടെ തിരുവല്ല കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ വലത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ അപ്പുറത്തുണ്ട്. ഇത് തിരുവല്ല ഡിവിഷനിൽ നമ്മുടെ മജിസ്ട്രേറ്റ് രജിസ്ട്രാർ ഓഫീസും കോടതിയും എല്ലാം കൂടെ ചേർന്ന സ്ഥലമാണ് ചെങ്ങന്നൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇതെല്ലാം. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് രേഖപ്പെടുത്താവുന്നതും ആണ്. ടെമ്പററി ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. ഇതൊരു സ്കൂളായിരുന്നു, അതിപ്പം ഹോസ്പിറ്റലാക്കി മാറ്റിയിരിക്കുകയാണ്. തൊട്ടിപ്പുറത്തൊരു ക്ലിനിക്കൽ ലാബൊക്കെ ഉണ്ട്. ഇത് നേരെ ആറന്മുള, കോഴഞ്ചേരി ആറന്മുള റൂട്ടാണിത്. അപ്പോൾ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയെന്നേ ഉള്ളൂ. അവിടെ നമ്മൾ നേരെ തിരിച്ചിങ്ങി വരുവാണ്. കാരണം അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചെങ്ങന്നൂർ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ചെങ്ങന്നൂരിൽ കൂടിയുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതട്ടെ. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. എപ്പോഴും നല്ല തിരക്കുള്ള സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മുടെ കോടതി വളപ്പിൻ്റെ അവിടെ നമ്മൾ നേരെ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് നമ്മുടെ ഈ മറ്റ് കാര്യാലയമൊക്കെ പ്രവർത്തിക്കുന്ന ഓഫീസ് റവന്യൂ ടവറാണ്. അപ്പോൾ റവന്യൂ ടവറിൻ്റെ അതുവഴി ഇത് വൺ വേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെ വൺ വേ ആണ് ഇവിടെ. അവിടെ നിന്ന് നേരെ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്. തൊട്ടപ്പുറത്താണ് പുതിയ നഗരസഭാ കാര്യാലയം വരുന്നത്. അപ്പോൾ അതിൻ്റെ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിനെയും ശിലാസ്ഥാപനം ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയും പുറകാലം നടക്കും. വലിയ ഫ്ലെക്സൊക്കെ അവിടെ ഉണ്ട്. കോടതി ഓഫീസുകൾ, അഡ്വക്കേറ്റുമാരൊക്കെ അവിടെ ഒക്കെ ഓഫീസുകളുണ്ട്. പുതുക്കേരി സ്റ്റോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നന്നാവനം ജംഗ്ഷനാണിത്. അപ്പോൾ ആ ജംഗ്ഷനിലും കുഴപ്പമില്ല, വലിയ തിരക്കില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ നേരെ ഇനിയും ചന്ത വഴിയോ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പോവുക. നമ്മൾ ചന്ത വഴി കയറിയിട്ടില്ല. നമ്മുടെ ചെങ്ങന്നൂർ ചന്ത കൂടി ഒന്ന് കണ്ട് നമ്മൾ അങ്ങനെ ഈ ഒരു കാഴ്ച അവസാനിപ്പിക്കുകയാണ്. പണ്ട് തൊട്ടേ വലിയ മാർക്കറ്റ്, ബിസിനസ്സിന് ഏറ്റവും പേരുകേട്ട നിരവധി കച്ചവടങ്ങൾ ഉണ്ടായിരുന്ന ഒരു വലിയ മാർക്കറ്റാണ് ചെങ്ങന്നൂർ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പേരുകേട്ടതാണ്. അപ്പോൾ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴും ആ മാർക്കറ്റ് അതുപോലെ നടക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ സാധനങ്ങൾ വിൽക്കുവാനും എടുക്കുവാനും കൊടുക്കുവാനും ഒക്കെ വന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ മാർക്കറ്റിലേക്ക് നമ്മൾ കയറി. വലിയ വീഡൻസിൻ്റെ കട തൊട്ടപ്പുറത്തുണ്ട്. അങ്ങനെ ചന്തയിലേക്ക് നമ്മൾ കയറുകയാണ്. പണ്ട് തൊട്ടേ ഉള്ള പല കടകളും ഇവിടെയുണ്ട്. മംഗല്യ ഒരു ഗോൾഡ് ബസാറുണ്ട് അവിടെ തൊട്ടപ്പുറത്ത്. ഇതിനകത്തോട്ട് കയറുന്നതാണ് നമ്മുടെ ചന്ത. അപ്പോൾ ചന്തയ്ക്കകത്ത് ബിൽഡിങ്, ഇപ്പോൾ പുതിയ ബിൽഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പണി തുടങ്ങിക്കഴിഞ്ഞു. എത്രയും വേഗം അതും പൂർത്തീകരിക്കും. ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറ്, ഫ്രൂട്ട് സ്റ്റോൾ, ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. ഭഗവത് ഹോട്ടൽ, ഭഗവത് ബാറാണ്, അതും അറിയാമല്ലോ. അപ്പോൾ ബുഫിയ ബേക്കേഴ്സ് തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് M4 Travelog. Now signing out. Bye bye. See you.